ഗണപതയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് വരാൻ കഴിഞ്ഞില്ല. കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. കുറച്ച് ജോലി കാര്യങ്ങൾ, കുറച്ച് യാത്രകളൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിലായിപ്പോയി കേട്ടോ. അപ്പം അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പുണ്യനദി കൂടി ഭൂമിക്ക് എന്നുള്ള ആ ഒരു ഭാഗം, സ്കന്ദപുരാണത്തിലെ ആ ഒരു ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. അപ്പം ഞാനത് വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കട്ടോ. വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഒരു പുണ്യനദി കൂടി ഭൂമിക്ക്. തുടർന്ന് യാത്ര ചെയ്ത അഗസ്ത്യമുനി കാവേരി നദി നിക്ഷിപ്തമായ കമണ്ഡലവുമായി കൊങ്കു രാജ്യാതിർത്തിയിൽ പ്രവേശിച്ചു. ഇല്ലുല വാതാപി രാക്ഷസന്മാരുടെ പ്രേതങ്ങൾ മഹർഷിയെ പിന്തുടരുകയായിരുന്നു. തുറിച്ചു നിൽക്കുന്ന വട്ടക്കണ്ണുകളും ഇളിച്ചു കാട്ടുന്ന വളഞ്ഞ പല്ലുകളും ദ്രംഷ്ടകളുമായി കറുത്തിരണ്ട് ഭീകരങ്ങളായ രാക്ഷസ പ്രേതങ്ങൾ അഗസ്ത്യ മഹർഷിയോടൊപ്പം യാത്ര തുടർന്നു. താൻ കൊലപ്പെടുത്തിയ ഇല്ലുലൻ വാതാപി രാക്ഷസന്മാർ ദുർവാസാവു മഹർഷിയുടെ പുത്രന്മാരായതിനാൽ അവരുടെ പ്രേതങ്ങൾ ബ്രഹ്മരക്ഷസുകളായി തീർന്നിരിക്കുകയാണെന്ന് അഗസ്ത്യമുനി മനസ്സിലാക്കി. ബ്രഹ്മഹത്യാ പാപം അകറ്റി ബ്രഹ്മരക്ഷസുകളെ അമർച്ച ചെയ്യണമല്ലോ. അതിനായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ അഗസ്ത്യമുനി ഭക്തിപുരസരം ഭഗവത് പൂജ നിർവഹിച്ചു. അപ്പോ ആരാണ് നമ്മുടെ അഗസ്ത്യ മഹർഷി കാവേരി നദിയുടെ ആ കരയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഭൂതപ്രേത രാക്ഷസാദികൾ, അങ്ങനെയുള്ള ഭൂതപ്രേത രാക്ഷസാദികളൊക്കെ വളഞ്ഞ ദംഷ്ട്രകളും കറുത്തിരുണ്ട ഭീകര രൂപങ്ങളും ഒക്കെ ആയിട്ട് മഹർഷീനെ ഇങ്ങനെ പിന്തുടരുകയാണ്. അപ്പോൾ ഈ പ്രേതാദികൾ എന്ന് പറയുന്നതിൽ നല്ല ഭൂതപ്രേതാദികളും ഉണ്ട്, അല്ലാതെ ഉള്ളതും ഉണ്ട്. അതായത് ദേവിയുടെ കൂടെ സന്തത സഹചാരികളായിട്ട് കുറേ ഭൂതപ്രേതാദികളും അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അതെന്ന് പറയുന്നത് ദേവിയുടെ കൂടെ നിൽക്കുന്നവരാണ്, ദേവിയുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ ശിവഭഗവാന്റെ കൂടെയും ഉണ്ട് ഒരുപാട് ഭൂതഗണങ്ങള്. അപ്പം ഗണപതി ഭഗവാന് ഭൂതഗണങ്ങളുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് നല്ല ഇതിലുള്ളതാണ്. അതല്ല ഉദ്ദേശിച്ചത്, അല്ലാതെയുള്ള ഭൂതപ്രേതാദികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭൂതപ്രേതാദികളാണ് ഈ ഏത് മഹർഷീനെ, അഗസ്ത്യ മുനീനെ പിന്തുടരുകയാണ്. എന്നിട്ട് ഈ പ്രേതങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്? ബ്രഹ്മരക്ഷസുകളൊക്കെ ആയി മാറുകയാണ്, ബ്രഹ്മരക്ഷസുകളൊക്കെ ആയി തീരുകയാണ്. അന്ന് അഗസ്ത്യ മഹർഷി മനസ്സിലാക്കുകയാണ് കേട്ടോ. ബ്രഹ്മരക്ഷസുകളെ അമർച്ച ചെയ്യണമല്ലോ. അതിനായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ അഗസ്ത്യമുനി ഭക്തി പുരസരം ഭഗവത് പൂജ നിർവഹിച്ചു. അപ്പം ഇങ്ങനെയുള്ള ഈ ബ്രഹ്മരക്ഷസുകളെയൊക്കെ തളയ്ക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അഗസ്ത്യമുനി എന്ത് ചെയ്യുകയാണ്? ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയാണ്. മഹർഷിയുടെ ശിവപൂജ മഹിമയിൽ ബ്രഹ്മരക്ഷസുകൾ വിട്ടകന്നു. കൊങ്കുരാജ്യത്തിൽ അഗസ്ത്യമുനി ശിവപൂജ ചെയ്യുന്നത് നാരദ മഹർഷി അറിഞ്ഞു. ഭൂലോകത്തിന്റെ ഭാവി നന്മയ്ക്കായി ചിലത് ചെയ്യണമെന്ന് മഹർഷി തീരുമാനിച്ചു. ശീർക്കാഴിയിൽ ശൂരപത്മാസുരനെ ഭയന്ന് പച്ചമുളയായി മാറി സർവേശ്വരനെ ഭജിക്കുന്ന ദേവേന്ദ്രന് നാരദ മഹർഷി ദർശനം നൽകി. മഹർഷിയെ ദേവേന്ദ്രൻ യഥോചിതം വന്ദിച്ചു. കുശല പ്രശ്നങ്ങൾക്കു ശേഷം ദേവേന്ദ്രൻ മഹർഷിയോട് പറഞ്ഞു, ദേവരാജ പദവിയോ നഷ്ടപ്പെട്ടു, എന്നാൽ ശ്രീ പരമേശ്വര പൂജയെങ്കിലും മുടക്കമില്ലാതെ ചെയ്ത് ആശ്വസിക്കാമെന്ന് കരുതിയതും തെറ്റി. ഭഗവത് പൂജയിലൂടെ മനഃശാന്തി ലഭിച്ചിരുന്ന എനിക്കിപ്പോൾ അതും നഷ്ടമായിരിക്കുകയാണ്. ഈശ്വരന്റെ തൃച്ചേവടികളെ നറുമലരുകളാൽ സേവ ചെയ്യാമെന്ന് കരുതി ഞാൻ നട്ടുവളർത്തിയ പൂച്ചെടികൾ വെള്ളമില്ലാതെ വാടി തളർന്നിരിക്കുന്നു. അങ്ങനെ ശ്രീ പരമേശ്വര ആരാധന തടസ്സപ്പെട്ടതിൽ എന്റെ മനസ്സുരുകുന്നു. അപ്പോൾ ഈ സമയത്ത് അഗസ്ത്യ മഹർഷി ഒരുപാട് ശിവപൂജകളൊക്കെ നടത്തുന്നു. പക്ഷെ ആ ശിവപൂജകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോവുകയൊക്കെയാണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിട്ട് അഗസ്ത്യ മഹർഷി വളരെയധികം വിഷമിക്കുകയാണ്.
അപ്പോൾ നാരദൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവേന്ദ്ര, ശിവപാദ പൂജയ്ക്ക് ഏർപ്പെട്ടിരിക്കുന്ന തടസ്സം താൽക്കാലികമാണ്. ഈശ്വരകൃപയാൽ തടസ്സം നീക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിന്റെ ദുഃഖങ്ങൾ അകന്ന് വീണ്ടും നിനക്ക് ഇന്ദ്രപദവി സിദ്ധിക്കുന്നതിന് സർവേശ്വരൻ കടാക്ഷിക്കുമാറാകട്ടെ. കൊങ്കുരാജ്യത്തിൽ ശിവപൂജ ചെയ്യുന്ന അഗസ്ത്യമുനി തന്റെ കമണ്ഡലുവിൽ ഒതുങ്ങിയിരിക്കുകയാണ് കാവേരി നദിയെ. ആ പുണ്യനദിയെ ഇതുവഴി കൊണ്ടുവരാനായാൽ ശ്രീ മഹേശ്വരനെ അഭിഷേകം ചെയ്യുന്നതിന് നിനക്ക് പുണ്യതീർത്ഥം ലഭിക്കുന്നതാണ്. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, കാവേരി നദിയെ, അതായത് കാവേരി നദി ആരുടെ കമണ്ഡലുവിലാണ്? അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ കാവേരി നദിയെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അത് ശ്രീ മഹേശ്വരൻ അഭിഷേകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പുണ്യതീർത്ഥത്തിന്റെ ആ ഫലം, പുണ്യതീർത്ഥ ഫലം ലഭിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയെ എപ്രകാരമാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് സന്ദേഹിച്ച ദേവേന്ദ്രനെ നോക്കി നാരദൻ പുഞ്ചിരിച്ചു. അപ്പോ അഗസ്ത്യമുനിയുടെ കമണ്ഡലുവില് സ്ഥിതി ചെയ്യുന്ന ഈ കാവേരി നദിയെ എപ്രകാരമാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് സന്ദേഹിച്ച ദേവേന്ദ്രനെ നോക്കിക്കൊണ്ട് ആര് പുഞ്ചിരിക്കുകയാണ്? നാരദൻ പുഞ്ചിരിക്കുകയാണ്. അഗസ്ത്യമുനിയുടെ കമണ്ഡലു തട്ടിക്കമഴ്ത്തിയാൽ കാവേരി നദി ഒഴുകി ഇവിടെ എത്തുന്നതാണ് എന്ന് മാർഗമരുളി ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, അഗസ്ത്യമുനിയുടെ കയ്യിലിരിക്കുന്ന ആ കമണ്ഡലു തട്ടിക്കമഴ്ത്തുകയാണെങ്കിൽ അതോടുകൂടി ആ കമണ്ഡലുവിൽ നിന്ന് കാവേരി നദി ഇവിടേക്ക് ഒഴുകി വരുന്നതായിരിക്കും എന്ന് പറയുകയാണ്. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നിക്കുമെങ്കിലും തപോവര്യനായ അഗസ്ത്യമുനിയുടെ കമണ്ഡലു തട്ടിമറിച്ചിടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കൃത്യം നിർവഹിക്കുന്നതിനുള്ള ശക്തി ആർക്കാണുള്ളത് എന്നിങ്ങനെ ദേവേന്ദ്രൻ സംശയം പ്രകടിപ്പിച്ചു. ദേവേന്ദ്രന്റെ സംശയം ന്യായമായത് തന്നെയെന്ന് നാരദനും സമ്മതിച്ചു. മഹർഷിയുടെ കോപത്തിന് ഇരയാകുവാൻ ആരും തുനിയുകയില്ല. എങ്കിലും ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടല്ലോ. പൊടുന്നനെ നാരദർക്ക് ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം ഇന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, വിഘ്നങ്ങളെല്ലാം തീർത്തരുളി ചെയ്യുന്ന ശ്രീ വിനായകനുള്ളപ്പോൾ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? കളങ്കമില്ലാത്ത ഹൃദയത്തോടെ വിനായക ദേവനെ പ്രാർത്ഥിക്കൂ. ഭഗവാൻ നിന്റെ ദുഃഖം അകറ്റുന്നതാണ്. അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ പറയുകയാണ്, അഗസ്ത്യമുനിയുടെ കയ്യിലിരിക്കുന്ന ആ കമണ്ഡലു തട്ടിക്കമഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അതിന് സാധിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോ ഇന്ദ്രൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുനിയുടെ ശാപത്തിന് ഞാൻ പാത്രമായി തീരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇന്ദ്രദേവൻ. അപ്പൊ ആ സമയത്ത് നാരദമുനി പറയുകയാണ്, ഗണേശ ഭഗവാൻ, വിഘ്നനാശകനായിട്ടുള്ള ഗണപതി ഭഗവാൻ ഉള്ളപ്പോ നീ ആരെയാണ് പേടിക്കുന്നത്? എന്തിനെയാണ് പേടിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തോട്, ഗണപതി ഭഗവാനോട് നിന്റെ സങ്കടം പറയാൻ പറയുകയാണ്. നാരദ വചനമനുസരിച്ച് ദേവേന്ദ്രൻ ആദിനായകനായ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു സ്തുതിച്ചു. ദേവേന്ദ്രന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഗണനായകൻ അദ്ദേഹത്തിന് ദർശനം നൽകി. സച്ചിദാനന്ദ സ്വരൂപനായ ഗണേശനെ കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച ദേവേന്ദ്രൻ നാമസങ്കീർത്തനങ്ങളാൽ മഹാകായനെ സ്തുതിച്ചു. സംപ്രീതനായ വിനായകദേവൻ എന്താണ് വേണ്ടതെന്ന് ദേവേന്ദ്രനോട് ആരാഞ്ഞു. അപ്പം ദേവേന്ദ്രൻ തൻ്റെ സങ്കടമൊക്കെ പറയുകയാണ്. ഇങ്ങനെയാണ് ഗണേശ ഭഗവാനെ, എൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ദേവേന്ദ്രൻ മഹാഗണപതിയെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് മഹാഗണപതി ഭഗവാൻ ദേവേന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ദേവേന്ദ്രനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നിന്റെ പ്രയാസം എന്താണെങ്കിലും അത് എന്നോട് പറഞ്ഞോളൂ എന്ന് ഗണപതി ഭഗവാൻ ദേവേന്ദ്രനോട് പറയുകയാണ്. ഈശ്വരാഭിഷേകം ചെയ്ത് മാനസശാന്തി നേടുന്നതിന് പുണ്യജലമില്ലെന്ന ദുഃഖം ദേവേന്ദ്രൻ വിഘ്നേശ്വരനെ ഉണർത്തിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശ്രീ മഹാദേവാഭിഷേകത്തിന് വേണ്ടിയുള്ള പുണ്യതീർത്ഥത്തിനായി നീ വിഷമിക്കേണ്ട. അതിനായി ദേവഗംഗയെയോ സപ്തസാഗരങ്ങളെയോ ഇവിടെ കൊണ്ടുവരുന്നതിന് നാം സന്നദ്ധനാണ്. ഏതാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് അറിയിക്കുക. അപ്പോൾ ഇന്ദ്രദേവനോട് പറയുകയാണ്, അത് ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട. അതായത് ആ ഒരു പുണ്യനദി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇവിടെ പുണ്യജലം ഉണ്ടെങ്കിൽ മാത്രമേ മഹാദേവന് ആ പുണ്യജലം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം തനിക്ക് ആ ഇന്ദ്രപദവി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രദേവൻ പറയുകയാണ്, എനിക്ക് പുണ്യനദിയുടെ ആവശ്യമുണ്ട് ഗണേശ, എനിക്ക് പുണ്യനദിയുടെ ആവശ്യമുണ്ട് ഗണേശ ഭഗവാനെ എന്ന് പറയുകയാണ്. അപ്പൊ ഗണേശ ഭഗവാൻ പറയുകയാണ്, ഏത് പുണ്യനദി വേണമെങ്കിലും നിനക്ക് ഞാൻ കൊണ്ടുവന്ന് എത്തിക്കാം. അതിന് നിനക്ക് വേണ്ടത് ഏത് പുണ്യനദിയാണ്? ഗംഗാ നദിയാണോ, കാവേരി നദിയാണോ, ഏത് നദിയാണ് നിനക്ക് വേണ്ടത് എന്ന് ഇന്ദ്രനോട് ഗണപതി ഭഗവാൻ ചോദിക്കുകയാണ്.
അത് കേൾക്കെ ഇന്ദ്രൻ അറിയിച്ചു, കാരുണ്യവാരിതേ, പുണ്യ കാവേരി നദിയെ കമണ്ഡലുവിൽ വഹിച്ചുകൊണ്ട് അഗസ്ത്യ മഹർഷി കൊങ്കുരാജ്യത്തിന്റെ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. ആ കാവേരി നദി ഒഴുകി ഇവിടെ വരുന്നതിന് അവിടുന്ന് കാരണമായി തീരുമെങ്കിൽ സർവേശ്വര പൂജാഭിഷേക ഭാഗ്യം അടിയന് സിദ്ധിക്കുന്നതാണ്. നന്ദവനം വീണ്ടും പൂത്തു തളിർക്കുകയും ചെയ്യും. ഇപ്രകാരം തന്റെ അഭിലാഷം ശ്രീ മഹാഗണപതിയെ ദേവേന്ദ്രൻ ഉണർത്തിച്ചു. ആശ്രിത വത്സലനും ക്ഷിപ്രപ്രസാദിയുമായ വിനായകൻ ദേവേന്ദ്രന്റെ അഭിലാഷം സഫലീകരിക്കുന്നതിന് കൊങ്കുരാജ്യത്തിലേക്ക് ഗമിച്ചു. അവിടെ എത്തി വിഘ്നേശ്വരൻ തന്റെ മഹാകായവും തേജസ്സും ചെറുതാക്കി ബുദ്ധിശക്തിയുള്ള കാകമായി രൂപം പ്രാപിച്ചു. നിഷ്ഠയിൽ ഉപവിഷ്ടനായിരുന്ന അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ പറന്നെത്തിയിരുന്ന കാകം ചേഷ്ടകൾ കാട്ടി കമണ്ഡലു മറിച്ചിട്ട് പറന്നകന്നു. അപ്പോ ആ സമയത്ത് ഗണപതി ഭഗവാൻ പറയുകയാണ്, നീ ഒരു കാര്യം കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. അപ്പൊ ഇന്ദ്രദേവൻ പറയുകയാണ്, അഗസ്ത്യ മഹർഷിയുടെ കമണ്ഡലുവില് പുണ്യ നദിയായിട്ടുള്ള കാവേരി നദിയുണ്ട്, ആ നദിയാണ് എനിക്ക് വേണ്ടത് എന്ന് ഇന്ദ്രഭഗവാൻ ഗണപതി ഭഗവാനോട് പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ഗണപതി ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഒരു കാക്കയുടെ രൂപം ധരിച്ചുകൊണ്ട് അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് പോവുകയും ആ കമണ്ഡലു തട്ടിമറിക്കുകയാണ്. അങ്ങനെ കമണ്ഡലു തട്ടിമറിച്ച് ആ കാവേരി ജലം എടുക്കുകയാണ്. മറിച്ചിട്ടിട്ട് പറന്ന് അകലുകയാണ്. അപ്പം അത് മറിച്ചിടുന്നതോടുകൂടി അവിടെ ആ പുണ്യ നദി ഒഴുകിയല്ലേ, ആ കാവേരി നദി അവിടെ ഒഴുകി. അതോടെ ഇന്ദ്രന്റെ ആ ഒരു ആഗ്രഹം സബലീകരിക്കുകയും ചെയ്തു. മഹർഷിയുടെ കമണ്ഡലുവിൽ നിന്ന് പുറപ്പെട്ടൊഴുകിയ കാവേരി നദി ഭൂലോകത്തിൽ ഒഴുകുമാറാകട്ടെ എന്ന് ശ്രീ വിനായകൻ അരുളി ചെയ്തു. അങ്ങനെ ആ മഹർഷിയുടെ കമണ്ഡലുവിൽ നിന്ന് ഒഴുകി വീണ ആ കാവേരി നദി അവിടെ ആകെ ഒഴുകട്ടെ എന്ന് ഗണേശ ഭഗവാൻ പറയുകയാണ്. ആകാശവും ഭൂമിയും കിടങ്ങുന്ന ശബ്ദത്തോടെ കാവേരി നദി ഭൂലോകത്തിൽ പാഞ്ഞൊഴുകി. തന്റെ കമണ്ഡലു മറിച്ചു വീഴ്ത്തിയ കാകനെ അഗസ്ത്യമുനി കോപത്തോടെ തുറച്ചു നോക്കി. കോപാന്തത മഹർഷിയുടെ ജ്ഞാനദൃഷ്ടിയെ പോലും മറച്ചു കളഞ്ഞു. കാകരൂപം ഉപേക്ഷിച്ച് ശ്രീ മഹാഗണപതി സുന്ദര ബ്രാഹ്മണ കുമാരനായി പുഞ്ചിരി തൂകി. അപ്പോ ഈ കമണ്ഡലുവിലെ ജലം തട്ടി കളഞ്ഞതുകൊണ്ട് അഗസ്ത്യ മഹർഷി വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്ന സമയത്ത് ഗണേശ ഭഗവാൻ അവിടെ കാകന്റെ രൂപത്തിൽ നിൽക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ ആ കാകരൂപം മാറിയിട്ട് ഗണേശ ഭഗവാന്റെ ആ യഥാർത്ഥ ഗണേശ രൂപത്തിലേക്ക് ഭഗവാൻ മാറുകയാണ്. അഗസ്ത്യമുനിയുടെ ചിത്തം അടങ്ങിയില്ല. ദേവാഭിഷേകത്തിനായി താൻ കരുതിയിരിക്കുന്ന പുണ്യകാവേരിയെ നഷ്ടപ്പെട്ട അഗസ്ത്യൻ ബ്രാഹ്മണ ബാലനെ കോപത്തോടെ നോക്കി. കലിപ്പൂണ്ട് വിറച്ച അഗസ്ത്യൻ തന്റെ കമണ്ഡലു മറിച്ചിട്ട് കാവേരി നദിയെ ഭൂലോകത്തിൽ ഒഴുക്കിയ ബാലകനെ പിടികൂടുന്നതിനായി പിന്തുടർന്നോടി. ഉയരം കുറഞ്ഞ മഹർഷി ബന്ധപ്പെട്ടോടുന്ന രസകരമായ കാഴ്ച വീക്ഷിച്ചുകൊണ്ട് ഭയന്നോടുന്നവനെ പോലെ ബ്രാഹ്മണ ബാലൻ വേഗത്തിലോടി. എത്ര ദൂരം പിന്തുടർന്നോടിയിട്ടും ഉദ്ദേശം സഫലമാകാത്തതിൽ നിരാശനും ക്ഷീണിതനുമായി തീർന്ന മഹർഷി ചിന്തിച്ചു, മായക്കാരനായ ഈ ബാലകൻ ആരായിരിക്കാം? ഇനി എന്താണ് ചെയ്യുക? അപ്പോ ഗണപതി ഭഗവാൻ എന്ത് ചെയ്യേണ്ട, ഒരു സുന്ദരനായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുമാരന്റെ രൂപമാണ് പ്രാപിക്കുന്നത്. അപ്പൊ ഈ ഗണപതി ഭഗവാന്റെ പുറകെ ഈ അഗസ്ത്യമുനി ഇങ്ങനെ ഓടുകയാണ്. ഇവനല്ലേ എന്റെ കമണ്ഡലു തട്ടിമറിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണകുമാരന്റെ പുറകെ ഈ അഗസ്ത്യമുനി ഓടുകയാണ്. അപ്പൊ ബ്രാഹ്മണകുമാരനും ഇങ്ങനെ ഓടുകയാണ്. എന്നിട്ട് അഗസ്ത്യമുനിക്ക് ബ്രാഹ്മണകുമാരനെ പിടികിട്ടുന്നില്ല. അഗസ്ത്യ മഹർഷി അറിയാതെ ചെയ്തു പോയ അപരാധം പൊറുത്തരുളിയ മഹാഗണപതി അപരാധബോധത്താൽ സ്വയം താടിച്ചുകൊണ്ടിരുന്ന മഹർഷിയുടെ കരം ഗ്രഹിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷി ശ്രേഷ്ഠരെ, ദുഃഖം വെടിഞ്ഞാലും ഈശ്വരപൂജ ചെയ്യുന്നതിന് സുഗന്ധ കുസുമങ്ങൾക്കായി ദേവേന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട നന്ദനവനം വരൾച്ചയാൽ നശിക്കുകയാണ്. അവിടെ പുണ്യജലം സിദ്ധിക്കുന്നതിനായി ദേവരാജൻ നമ്മെ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നാം കാകരൂപം പ്രാപിച്ച് കമണ്ഡലു കമഴ്ത്തി കാവേരി നദിയോട് ഭൂലോകത്തിൽ ഒഴുകുവാൻ കൽപ്പിച്ചത്. താപസശ്രേഷ്ഠനായ അങ്ങ് നമ്മുടെ പിതാവിന്റെ പരമഭക്തനായതിനാൽ നമ്മുടെ പ്രിയങ്കരനായ ആശ്രിതൻ തന്നെ എന്ത് വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടാലും. അപ്പൊ ഗണപതി ഭഗവാൻ പറയുകയാണ്, നമ്മുടെ മഹർഷിയോട് പറയുകയാണ്, ഈശ്വര പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുഗന്ധ കുസുമങ്ങൾ നിറഞ്ഞ ഒരു നന്ദനവനം ദേവേന്ദ്രന് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നന്ദനവനം ഇപ്പോൾ വരൾച്ചയില് വരണ്ടു പോയിരിക്കുകയാണ്. അപ്പൊ ആ നന്ദനവനം തളിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാവേരി നദിയെ അവിടേക്ക്, പുണ്യ നദിയായിട്ടുള്ള കാവേരി ജലത്തെ അവിടേക്ക് ഒഴുക്കി വിട്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാകന്റെ രൂപം ധരിച്ച് അങ്ങയുടെ ആ പുണ്യജലത്തെ തട്ടിമറിച്ചിട്ടത് എന്ന് പറയുകയാണ്.
എന്നിട്ട് പറയുകയാണ്, അങ്ങ് പരമേശ്വരന്റെ ആ മഹാദേവന്റെ പരമമായിട്ടുള്ള ഭക്തനാണല്ലോ എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ആശ്രിതൻ തന്നെയാണ്. അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ഗണപതി ഭഗവാൻ ആരോട് ചോദിക്കുകയാണ്? അഗസ്ത്യ മഹർഷിയോട് ചോദിക്കുകയാണ്. ജ്ഞാനപൊരുളായ വിനായകദേവനെ വണങ്ങിക്കൊണ്ട് മഹർഷി പറഞ്ഞു, സർവലോക സംരക്ഷകനായ ശ്രീ മഹാദേവന്റെയും അവിടുത്തെയും ദയ എന്നെന്നും ഈ എളിയവന് ഉണ്ടാകുമാറ് വരമരുളി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അടിയൻ ചെയ്തതുപോലെ അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് ശിരസിൽ കരങ്ങൾ മുട്ടി ഏത്തമിടുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുകയും അവരുടെ ദുഃഖങ്ങളും വിഘ്നങ്ങളും അകറ്റി പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അഗസ്ത്യ മഹർഷിയുടെ പ്രാർത്ഥന കൈക്കൊണ്ട ശ്രീ വിഘ്നേശ്വരദേവൻ അപ്രകാരം ഭവിക്കുമാറാകട്ടെ എന്നരുളി. അപ്പോ അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് ശിരസിൽ കരങ്ങൾ കൂപ്പി ഏത്തമിടുന്ന ഭക്തന്മാരെ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ദുഃഖങ്ങളും വിഘ്നങ്ങളും എല്ലാം അകറ്റി അങ്ങ് പരിപാലിക്കണം എന്ന് പറയുകയാണ്. അഗസ്ത്യ മഹർഷിയുടെ പ്രാർത്ഥന കൈക്കൊണ്ട ശ്രീ വിഘ്നേശ്വര ദേവൻ അപ്രകാരം ഭവിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. വിഘ്നേശ്വര വരപ്രസാദം സിദ്ധിച്ച അഗസ്ത്യമുനി തന്റെ ദക്ഷിണ ദിക്കിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. വഴിയിൽ വിഭവസമൃദ്ധമായ കുറ്റാലം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. കുറ്റാലം വൈഷ്ണവ സ്ഥലമായിരുന്നു. സകല മതങ്ങളിലും ഉയർന്ന മതം വൈഷ്ണവമാണെന്നും വിഷ്ണുദേവനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു ദൈവവുമില്ലെന്നാണ് ആ വിഷ്ണു ഭക്തന്മാർ ധരിച്ചിരുന്നത്. ശിവഭക്തന്മാരെ ദർശിക്കുന്നത് തന്നെ അവർക്ക് വെറുപ്പായിരുന്നു. അപ്രകാരമുള്ള വൈഷ്ണവരുടെ മൂഢവിശ്വാസവും അഹങ്കാരവും നശിപ്പിക്കുന്നതിനായി അഗസ്ത്യ മുനി നേരെ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നടന്നു. ഭസ്മക്കുറികളും രുദ്രാക്ഷമാലകളും ധരിച്ച് ശിവയോഗി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വരുന്നത് കണ്ട് വിഷ്ണു ഭക്തന്മാർ അഗസ്ത്യ മഹർഷിയെ തടഞ്ഞു നിർത്തി. ശിവഭക്തനായ മുനി ദണ്ഡും കമണ്ഡലവും ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പോകരുതെന്ന് വിലക്കി. ശിവനന്ദ ചെയ്ത വൈഷ്ണവരോട് അമർഷം തോന്നിയെങ്കിലും മറ്റൊരു വിധത്തിൽ അവരുടെ അഹങ്കാരം നശിപ്പിക്കാമെന്ന് കരുതിയ മഹർഷി ക്ഷമിച്ചു. പിന്നീട് നെറ്റിയിൽ ചന്ദനഗോപിയും കഴുത്തിൽ തുളസീദള മാലകളും അണിഞ്ഞ് പീതാംബരം ഞൊറിഞ്ഞുടുത്ത് തികഞ്ഞ വൈഷ്ണവ ഭക്തശ്രേഷ്ഠനായി മടങ്ങി വന്ന അഗസ്ത്യ മുനിയെ കണ്ട വിഷ്ണു ഭക്തന്മാർ സന്തുഷ്ടരായി. അപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി എവിടെ എത്തുകയാണ്? ഒരു കുറ്റാലം എന്നുള്ള ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുകയാണ്. ആ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വൈഷ്ണവരാണ്, വിഷ്ണു ഭക്തന്മാർ മാത്രമാണ് അവിടെ ഉള്ളത്. അവർക്ക് ശിവഭക്തന്മാരെ കാണുന്നത് പോലും അറപ്പായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അഗസ്ത്യ മഹർഷി അവിടെ ചെല്ലുകയും അവരെ തിരുത്താൻ സാധിക്കുകയില്ല എന്ന് മഹർഷിക്ക് മനസ്സിലാവുകയും ചെയ്യുകയാണ്. എന്നാൽ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്? കുറി ധരിക്കുകയും അവരെ പോലുള്ള കുറി ധരിക്കുകയും വൈഷ്ണവ തിലകം ധരിക്കുകയും പീതാംബര വസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അഗസ്ത്യ മഹർഷി എന്ത് ചെയ്യുകയാണ്? അങ്ങനെ അഗസ്ത്യ മഹർഷി ഒരു തികഞ്ഞ വൈഷ്ണവ ശ്രേഷ്ഠ ഭക്തനായി മാറുകയാണ്. അപ്പോൾ അവർ അദ്ദേഹത്തെ വാദ്യമേളങ്ങളോടെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയാണ്. താൻ വളരെ കാലം അഴകർ മലയിൽ വിഷ്ണുദേവ പൂജ ചെയ്തതായും ഇപ്പോൾ അഗസ്ത്യഗിരിയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വൈഷ്ണവാലയം ഉണ്ടെന്നറിഞ്ഞ് തൊഴുതു പോകാൻ വന്നതാണെന്നും അഗസ്ത്യ മുനി വിഷ്ണു ഭക്തരോട് പറഞ്ഞു. അപ്പോൾ താൻ വളരെ കാലമായിട്ട് തന്നെ ഇവിടെ അഴകർ മലയിൽ വിഷ്ണുദേവനെ പൂജിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇവിടെ തൊഴുതു പോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അറിയിക്കുകയാണ്. വിഷ്ണുദേവന് ഒരു വിശേഷാൽ പൂജ നടത്തി ഈശ്വരപ്രീതി നേടുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വൈഷ്ണവരെ അറിയിച്ചു. ആ സന്തോഷ വാർത്ത ശ്രവിച്ച വിഷ്ണു ഭക്തന്മാർ ശുദ്ധോദകം, പീതാംബരം, തുളസിമാലകൾ തുടങ്ങിയ സാമഗ്രികൾ ദേവപൂജയ്ക്കായി ഒരുക്കിക്കൊടുത്തു. പൂജ സാധന സാമഗ്രികളുമായി ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിച്ച അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞു: ഭക്തരെ, ഇത്രയും കാലം നിങ്ങൾ വൈകുണ്ഠനാഥനെ പൂജിച്ചിരുന്നത് പോലെയല്ല നാം പൂജ ചെയ്യുന്നത്. നാം എപ്രകാരമാണ് ദേവപൂജ ചെയ്യുന്നതെന്ന് കണ്ടാലും. ഇങ്ങനെ പറഞ്ഞ് വിഷ്ണു വിഗ്രഹത്തിൽ കരങ്ങൾ സമർപ്പിച്ച അഗസ്ത്യമുനി കറുക് കുറ്റാല ദേവ കറുകെന്ന് ജപിച്ച് വിഷ്ണുഗ്രഹത്തെ ശിവലിംഗമായി മാറ്റിക്കളഞ്ഞു. ശാസ്ത്രവിധി പ്രകാരം ഈശ്വര പൂജ ചെയ്ത ആത്മസംതൃപ്തി നേടിയ അഗസ്ത്യ മഹർഷി മഹാദേവനായ ശ്രീ പരമേശ്വരന്റെ ഔന്നത്യം വൈഷ്ണവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. വീണ്ടും യാത്ര തുടർന്ന് ബോധിമലയെ പ്രാപിച്ച അഗസ്ത്യൻ
ഏകാഗ്രചിത്തനായി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തരുളി. അപ്പം ഇവിടെ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്യുകയാണ്? വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ വിഷ്ണു ഭഗവാന്റെ ആ രൂപം ഒരു ശിവലിംഗ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അതിലൂടെ അഗസ്ത്യ മഹർഷി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്, വിഷ്ണുവും ശിവനും രണ്ടല്ല ഒന്നാണ്, ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു തത്വം അഗസ്ത്യ മഹർഷി ആ വൈഷ്ണവ ഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ദേവേന്ദ്രൻ കൈലാസത്തിലേക്ക് എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഇതാണ്, അതായത് നമ്മൾ ചിലർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. നമുക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ തരണം ചെയ്തു പോകാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. ഈ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഒരു താഴേക്കിടയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഉയർന്ന ഒരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ആ ഒരു ഇതായിരിക്കില്ല താഴെയുള്ള ഒരാൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന വളരെയധികം പണം, പ്രശസ്തി, പെരുമയൊക്കെ ഉള്ളവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? അവര് എന്താ പറയാ, അവര് ചിലപ്പോ കുറച്ച് വേറെ അവർക്കൊരു സുഖങ്ങളും കാണില്ല, ഒരു സന്തോഷവും കാണില്ല, അവർക്കൊരു സമാധാനം കാണില്ല. എന്നിട്ട് അവരും എല്ലാം സഹിച്ച് പോകുന്നവരുണ്ടല്ലേ. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ വീട്ടമ്മമാരൊക്കെ തന്നെ ആയാൽ തന്നെയും ഇപ്പോഴും ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്താ പറയാ, വീട്ടിലെ മാത്രം നോക്കിക്കൊണ്ട് ഇപ്പം എന്താ പറയാ, എന്തെങ്കിലും ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സഹിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. അപ്പം പലതരത്തിൽ ആണ്, ഓരോരുത്തരും പല രീതിയിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പം ഓരോരുത്തരും പല രീതിയിൽ സഹിച്ചു ക്ഷമിച്ചും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. ചിലരെന്താ വെച്ചാൽ ഒരുപാട് ക്ഷമിക്കും, ഭൂമിയോളം നമുക്ക് ക്ഷമിക്കാം, അതിനപ്പുറം ക്ഷമിക്കാൻ ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് കഴിഞ്ഞെന്ന് വരത്തില്ല അല്ലേ. അപ്പം നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവതിയിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ, ആ ശക്തിയിലേക്ക് നമ്മൾ അത് സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ശരികൾ, നമ്മുടെ എന്ത് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഭഗവതിയിൽ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഇതിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് അത്രയും ഇപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. നമുക്ക് നമ്മുടെ ആത്മാവിനുള്ളിലിരിക്കുന്ന ആ ഒരു ശക്തിക്കും നമുക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ എന്താണെന്നും ഏതാണെന്നും മനസ്സിലാക്കാനും അത് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. പുറമേയുള്ള ഒരാൾക്ക് ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അല്ലേ. അതൊരു പരമമായിട്ടുള്ള സത്യമാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഈ ഒരു ജന്മം അവസാനിക്കുന്ന സമയത്ത് ഭഗവാനിലേക്ക് അഭയം തരണമേ എന്ന് നമ്മൾ ഭഗവാനിലേക്ക് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭഗവതിയിൽ അഭയം തരണമേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കലികാലത്തിന്റെ കുറച്ച് ഭാഗങ്ങളായപ്പോൾ തന്നെയും മനുഷ്യരെല്ലാം മൃഗതുല്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുന്നു, അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പുറമേയുള്ള പലതരത്തിൽ കുടുംബങ്ങൾ തകർക്കാൻ പലരും ശ്രമിക്കുന്നു. അങ്ങനെ പലതരത്തിൽ എന്താ പറയാ, നമ്മുടെ ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമി തന്നെ എന്താ പറയാ മൊത്തത്തിൽ മറിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ട് നമ്മൾ അത്രയും പ്രഷർ, നമുക്ക് അത്രയും വേദനകൾ, നമുക്ക് അത്രയും സഹിക്കാൻ കഴിയാത്ത അസഹനീയമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ ഓരോ മനുഷ്യരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
കാരണം ഈ ഓരോരുത്തരും ഈ മൃഗതുല്യരായിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഭയങ്കര മൃഗതുല്യരായിട്ട് അത്രയും നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം നമ്മളോട് ദേഷ്യപ്പെട്ട് ക്രൂരമായിട്ട് ആ ക്രൂവൽ മൈൻഡിൽ അവർ നമ്മളോട് സംസാരിക്കും. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരങ്ങൾ അവർ ചെയ്യില്ല, പക്ഷെ നമുക്ക് ഉപദ്രവം മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ അത്രയും എന്താ പറയുക ക്രൂവൽറ്റി, നമ്മൾ അത്രയും ക്രൂവൽ ആയിട്ട് നമ്മൾ അത്രയും ദ്രോഹിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും, അവർ പ്രവർത്തിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി അവർ കഴിക്കുന്ന ആഹാരം അങ്ങനത്തെ ആഹാരമാണ്. അവർ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് പോലുള്ള മാംസാഹാരങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത്. അങ്ങനെ അവർ കഴിക്കുമ്പോൾ അവർക്ക് ആ മൃഗപ്രകൃതിയാണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് അവർ നമ്മൾ അലോട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സമാധാനപരമായിട്ടുള്ള ദൈവങ്ങളെ കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ അല്ലാതെയുള്ള ദേവീദേവന്മാർ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള മൃഗപ്രകൃതി ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്യുന്നവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും രാധാകൃഷ്ണന്മാരെ പ്രാർത്ഥിക്കണം എന്ന് ഈ ഒരു സമയത്ത് പറയുന്നത്? രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം ശ്യാം രാധേ രാധേ എന്നുള്ള നാമം പറയണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ രാധാറാണിയുടെ ആ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ വൃന്ദാവനത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും രാധാകൃഷ്ണന്മാരുടെ നാമം പറയണമെന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പറയുന്നത് ഗംഗാദേവിയുടെ നാമം. ഗംഗ എന്ന് പറഞ്ഞ പുണ്യനദിയാണ്. ആ ഗംഗയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും പുണ്യമാണ്, പുണ്യനദിയാണ്. പലരുടെയും പാപങ്ങൾ കഴുകിക്കളയുന്ന പുണ്യനദിയാണ് ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാദേവിക്കും രാധാദേവിക്കും ഒക്കെ അത്രയധികം പ്രാധാന്യമുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ദേവിമാർക്കും അത്രയധികം പ്രാധാന്യമുണ്ട്. എന്നാലും ഇവർക്ക് കൂടുതൽ പ്രാധാന്യമാണുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നവരാണ് ഗംഗാദേവി, അല്ലെങ്കിൽ ശിവഭഗവാനുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നതാണ് ഗംഗാദേവി. പുണ്യനദിയാണ്, പുണ്യ ദേവിയാണ് ഗംഗാദേവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാനുമായിട്ട് എപ്പോഴും അടുത്തിരിക്കുന്ന ദേവിയാണ് രാധാറാണി. രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സഖിയാണ്, പ്രിയ സഖിയാണ്. ഭഗവാന്റെ ഏറ്റവും ഗോപികമാരിൽ ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ട ദേവിയാണ് രാധാറാണി. അതുകൊണ്ട് ഈ രാധാദേവി, ഗംഗാദേവി എന്നൊക്കെ പറയുന്ന ഈ ദേവിമാരുടെ നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് പോലും നമുക്ക് അത്രയും പുണ്യമാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക, ഗംഗാദേവിനെ പ്രാർത്ഥിക്കുക, അതോടൊപ്പം രാധാറാണീനെയും പ്രാർത്ഥിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാദേവി, ഗംഗാദേവി, ഈ രാധ, ഗംഗ, കാവേരി, യമുന ഇങ്ങനെയൊക്കെയുള്ള ഈ നദികളുടെ, ഈ പുണ്യനദികളുടെ, പുണ്യദേവിമാരുടെ ആ നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് തന്നെ നമുക്ക് വളരെയധികം ഗുണമാണ്. അപ്പം ഈ കാലത്ത് വളരെയധികം പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലരും ചില സാഹചര്യങ്ങൾ കൊണ്ട് പാപങ്ങൾ ചെയ്യുന്നവരുണ്ട്. ചിലർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ചിലരെന്താ ചെയ്യുന്നത്, വളരെയധികം ക്രൂവലായിട്ട് സംസാരിക്കുന്നവരുണ്ട്, ക്രൂവൽറ്റി കാണിക്കുന്നവരുണ്ട്, ദേഷ്യപ്പെടുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരുടെ ആ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി, നമ്മൾ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുണ്യനദികൾ, പുണ്യദേവിമാരുടെ നാമങ്ങൾ പറയണമെന്ന് പറയുന്നത്. അതുപോലെ സീതാദേവിയുടെ നാമം നമ്മൾ അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ രാമനാമം പറയണമെന്ന് പറയുന്ന കാര്യം അതാണ്. സീതാരാമന്മാരുടെ നാമങ്ങൾ നമുക്ക് എപ്പോഴും പറയാം. സീതാദേവി എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമാണ്, അത്രയും പുണ്യമാണ് സീതാദേവി. ഗംഗാദേവിയെക്കാളും ഉയർന്ന സ്ഥാനമാണ് സീതാദേവിക്ക്, മനസ്സിലായോ? അപ്പം സീതാദേവിയെ പോലെ തന്നെയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പം ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പൂജിക്കുന്നതിനോടൊപ്പം രാധാറാണീനെയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അത്രയും നമുക്ക് ആ ഒരു പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്, മനസ്സിലായി? അത്രയും നമുക്ക് പുണ്യം മീൻസ് നമ്മുടെ പാപം അവിടെ ഇല്ലാതാവും, നമ്മുടെ മുക്തിയാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് പിന്നെ ഭൂമിയിൽ വന്ന് ജനിച്ച് കഷ്ടപ്പെടേണ്ടി വരില്ല, മനസ്സിലായി? നമുക്ക് അഥവാ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ജന്മം കിട്ടുകയുള്ളൂ. അത്രയും ഇതുണ്ടാവും നമുക്ക് നന്മയുള്ളൊരു ജന്മേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു ലോകങ്ങളിൽ നമുക്ക് കിട്ടും, ഏതെങ്കിലും ഒരു ദേവിയോ ദേവനോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് കിട്ടും. അത് അല്ലെങ്കിൽ ഭഗവാനിലെ അഭയം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ രാധാറാണിയുടെ അടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയും.
ദേവിയുടെ സഖിയായിട്ടെങ്കിലും നമുക്ക് നിൽക്കാൻ കഴിയും, മനസ്സിലായോ? അല്ലെങ്കിൽ ഭഗവാന്റെ ഗോപികയായിട്ടെങ്കിലും നമുക്ക് നിൽക്കാം. പക്ഷെ അതിനൊക്കെ അത്രയും ഉന്നതി വേണം, മനസ്സിലായി? അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കലികാലത്തിൽ നമ്മൾ ഈ പറയുന്ന ദേവിമാര്, ഗംഗാദേവി, രാധാദേവി, അതുപോലെ സീതാദേവി, ഇങ്ങനെയുള്ള ദേവിമാരെയും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രാധാറാണി എന്ന് പറഞ്ഞാൽ അത്രയും മേഴ്സിഫുൾ ആണ്. രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കരുണയുള്ള ദേവിയാണ് രാധാറാണി എന്ന് പറയുന്നത്. ഈ രാധാറാണിയിൽ നിന്ന് തന്നെയാണ്, ഈ രാധാദേവിയിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന എല്ലാ ദേവിമാരും ഉണ്ടായിട്ടുള്ളത്, മനസ്സിലായി? ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും അതുപോലെ ഭദ്രദേവി ആയാലും ദുർഗദേവി ആയാലും അങ്ങനെ ഏത് ദേവിമാർ, പാർവതി ദേവി ആയിക്കോട്ടെ, അങ്ങനെ ഏത് ദേവിമാരെടുത്തു കഴിഞ്ഞാൽ ഈ രാധാറാണിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമാദേവിനെ പ്രാർത്ഥിക്കുന്ന പാർവതി ദേവിയാണ് പാർവതി ദേവിനെ പ്രാർത്ഥിക്കുന്നത്, മനസ്സിലായോ? അതോടൊപ്പം ഭഗവാനെയും കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കലികാലത്തിൽ എല്ലാവരും ഈ ഗംഗാദേവിയുടെ നാമങ്ങൾ പറയുക, അതുപോലെ രാധാറാണിയുടെ നാമങ്ങൾ പറയുക, രാധാദേവിയെ കുറിച്ച് ഓർക്കുക, രാധാദേവിയുടെ നാമങ്ങൾ, രാധാ സഹസ്രനാമമൊക്കെ ഉണ്ട്, അത് പറയുക. അങ്ങനെ നമുക്ക് ഒരുപാട് നന്മ ഉണ്ടാവുന്നതായിരിക്കും. നമ്മുടെ എന്തെങ്കിലും ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അതിൽ നിന്നെല്ലാം മാറുന്നതായിരിക്കും. നമുക്ക് മുക്തി, നമ്മുടെ ഈ എന്താ പറയാ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇല്ല, നമ്മുടെ ശരീരം മണ്ണിൽ ലയിക്കുകയാണ് അല്ലെ. പിന്നെയുള്ളത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിനും ആത്മീയ ലോകത്ത് അവിടെ ഭഗവാൻ വേറൊരു ശരീരമാണ് നമുക്ക് തരുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കലികാലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദേവിമാരെ നമ്മൾ ഓർക്കുക. ഉമാദേവി, അതുപോലെ രാധാദേവി, സീതാദേവി, അതുപോലെ തന്നെ യമുന, കാവേരി, ഗംഗ, ഇതെല്ലാം ഗംഗാദേവി. അപ്പൊ ഇങ്ങനെയുള്ള ദേവിമാരെ നമ്മൾ പ്രാർത്ഥിക്കാം, മനസ്സിലായോ? രാധാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുന്ന ദേവിയാണ്. അതുപോലെ ഗംഗാദേവി എന്ന് പറഞ്ഞാല് ശിവഭഗവാന്റെ ജടയിലാണ് ഗംഗാദേവിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പാവങ്ങൾ കഴുകി കളയണമെന്നുണ്ടെങ്കിൽ ഈ ദേവിമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ദേവിമാരോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന രാധാറാണി കേൾക്കും. നമ്മൾ എന്താണെന്നും നാം എന്താണെന്നുള്ളത് ഗംഗാദേവിക്കും രാധാദേവിക്കും ഒക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മൾ എത്രമാത്രം സഹിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ആ ദേവിമാർക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, ഉമാദേവിയെ പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ രാധാദേവി, ഗംഗാദേവി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. കാവേരി നദി, ഞാനിപ്പോൾ പറഞ്ഞു വന്ന ആ ഭാഗം അതാണ്, കാവേരി നദിയുടെ ഭാഗമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ അപകടങ്ങൾ ഉണ്ടാവുന്നു, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? അത്രത്തോളം ഈ ഭൂമിയിൽ പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? പാപം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള പാപങ്ങളല്ല, വലിയ രീതിയിലുള്ള പാപങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഗംഗാദേവിയോട് അത്രയും മനസ്സുരുകി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത അപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ദേവിയുടെ കാൽപാദങ്ങളിൽ വീഴുക, അഭയം ചോദിക്കുക. അതുപോലെ രാധാദേവിയുടെയും കാൽപാദങ്ങളിൽ വീണ് അഭയം ചോദിക്കുക. ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്, ഭഗവാന്റെ പാദങ്ങളിൽ വീണ്, ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണെന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ആ ലക്ഷ്മി ദേവിയോടും മാപ്പ് ചോദിക്കുക, അഭയത്തിന് വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തരാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അത് തുളസി ദേവി ഒക്കെ നമ്മളെ അതിനു വേണ്ടി സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ തുളസി മാല എല്ലാവരും ധരിച്ചിരിക്കുന്നത്. തുളസി മഹാറാണി അത്രയും പുണ്യവതിയാണ്. നമ്മളൊന്നും അത്രയും പുണ്യം ഉള്ളവരല്ല ഒരു മനുഷ്യ സ്ത്രീകളും ആരും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അവർ പൂർണ്ണമായിട്ടും 100% അവർ പ്യുവറാണ്, അല്ലെങ്കിൽ 100% അവർ നല്ലവരാണെന്ന് ആരെയും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവർക്കും ചിലർക്ക് സാഹചര്യം കൊണ്ട് ചിലർ തെറ്റ് ചെയ്യുന്നവരുണ്ടാവും, ചിലർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരുണ്ടാവും, മുൻ ജന്മങ്ങളിൽ ചിലപ്പോൾ പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പം എങ്ങനെയുള്ള ഇതാണെങ്കിലും നമ്മുടെ പാപം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ദേവിമാരെ നമ്മൾ പ്രാർത്ഥിക്കുക. ഗംഗാദേവി, രാധാദേവി,
അതുപോലെ രാധാറാണീനെ പ്രാർത്ഥിക്കുക, ഗംഗാദേവീനെ, ലക്ഷ്മി ദേവീനെ, സരസ്വതി ദേവീനെ, ഭദ്രദേവീനെ. ഈ ദേവിമാരെല്ലാം ഒരുപാട് ദേവിമാരുണ്ട്. പക്ഷേ മോസ്റ്റ് നമ്മൾ പറയുന്ന നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന ദേവിയാണ് ഗംഗാദേവി എന്ന് പറയുന്നത്, രാധാറാണി എന്ന് പറയുന്നത്, സീതാദേവി എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ദേവിമാർക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ ദേവിമാരെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മനസ്സിലായോ? അപ്പൊ അതെല്ലാരും ചെയ്യാ. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അനിൽ സ്വീറ്റ്, ഇഫ് യുവർ, ജിതിൻ KS, മഹി മഹേഷ്, രതീഷ്, രാജേഷ്, പൗപതി, രജിത് രാജ്, സിദ്ധി പാറു, രാജേഷ് പാശുപതി, രാജേഷ് പൗപതി, മണി മളങ്കു, ക്യൂട്ടിലിച്ചിബി, ശ്രീരൂപ് ടി പിള്ളെ, അനു, സുധി, ഈശ്വർ കുമാർ, അമ്പാൻ, അപ്പു. ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഗംഗാദേവിയെ പ്രാർത്ഥിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിലോ വല്ലോ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ രാധാറാണിയോടും പ്രാർത്ഥിക്കുക, ഭഗവാനോടും പ്രാർത്ഥിക്കുക. ഭഗവാനിലേക്ക് നമ്മളെ ഈ ജന്മം അവസാനിക്കുമ്പോൾ ഭഗവാനിലേക്ക് എത്തിക്കാനും ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.